ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അവൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ അവലട ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ്. ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ള ഇത് വേണം എടുക്കാൻ. അല്ലാതെ നമ്മൾ ഇപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊടിയാത്തതാണെങ്കിൽ നമ്മുടെ ഈ അടയ്ക്ക് അത്ര സ്യൂട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു മുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളമുള്ള പീര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അവലാണ്. അവല് 1.5 ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് കുറച്ച് ശർക്കര, അതിവിടെ ചീവി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഏത്തപ്പഴം, ഇത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ്, ഇപ്പോൾ 4 or 5 ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അരിഞ്ഞെടുക്കാം. ഇത് 2 ഏത്തപ്പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതേപോലെ ശർക്കരയൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇതനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഇത്തിരി ജീരകവും അതുപോലെ ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള വെള്ളമാണ് ഇനി വേണ്ടത്. നമ്മൾ സാധാരണ അവൽ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഈ ഏത്തപ്പഴം അരിഞ്ഞുകൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് ജസ്റ്റ് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ച് അത് നല്ല പരുവാകാൻ വേണ്ടി ഒരല്പസമയം വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ ഈ പാത്രം ചെറുതാണ്, അപ്പോൾ ഞാനതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ സാധാരണ അവലിന് കുഴയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തിരുമ്മി വെച്ചാൽ മതി. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ അവൽ നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത്തയ്ക്ക ചേർത്തിട്ടാണ് ഈ അവൽ നനച്ച് വെച്ചിരിക്കുന്നത്. ഇതിനെ ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിന് കിട്ടും. നല്ല സോഫ്റ്റായി കിട്ടും അവൽ. നമുക്കിനി പൊടിയൊന്ന് കുഴച്ചെടുക്കണം. അടയ്ക്കൊക്കെ പരത്തുന്ന പോലെയാണ് നമ്മൾ ആ പരത്തിയെടുക്കുന്ന ആ ഒരു പരുവമാണ്. ഇനി നമുക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പൊടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അട ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം വെച്ചിരിക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് വാഴയില ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ അട പരത്താൻ വേണ്ടിയിട്ടാണിത്. ഇതിങ്ങനെ മറച്ച് വെച്ചിട്ട് ഈ ഭാഗത്താണ് പൊടി പരത്തേണ്ടത്. ഇതേപോലെ പരത്തുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ പരത്തിയെടുക്കുകയാണ് വേണ്ടത് ആദ്യം. അതിനുശേഷം നമുക്ക് അവൽ കൂട്ട് ഇതിലേക്ക് പരത്തി കൊടുക്കാം.
ഇതിപ്പോൾ നമ്മൾ 2 പലഹാരങ്ങളാണ് ഇന്ന് കാണുന്നത് അല്ലേ. ഈ അവല് തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഏത്തപ്പഴം ഇട്ട അവല് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ അതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്കിനി ഇത് അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളിത് അടപ്പത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അവലട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എടുത്ത് ഓരോന്നെടുത്ത് തണുത്ത ശേഷം കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. അപ്പോൾ ആ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.